പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ഞായറാഴ്ച പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, ഈ 2025 വർഷത്തിൻ്റെ പ്രാരംഭമായ ജനുവരി മാസം പ്രാരംഭ ഞായറാഴ്ച കണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ അവസാന മാസമായ ഡിസംബർ മാസം അവസാന ഞായറാഴ്ച കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകിയല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. 66 സങ്കീർത്തനങ്ങൾ, അതിൻ്റെ 8-9 വചനങ്ങൾ. വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുക, അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കുക. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഈ അവസാന ദിവസങ്ങളിൽ നാം ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തിൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ ദിവസവും നമ്മെ ജയത്തോടെ നടത്തി. ഇത്രമാത്രം അത്ഭുതങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. 1000 നന്മകൾ. ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവ് നമുക്ക് ചെയ്തില്ലേ? ആ നല്ല കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. ആമേൻ. ആ ദൈവത്തിൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കാം ഈ സമയത്തും. ആമേൻ. ഹല്ലേലൂയ. കുറവുകളും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ലഭിക്കാത്ത അനുഗ്രഹങ്ങളും വാഗ്ദത്ത നിവൃത്തികളും അതോർത്ത് ഭാരപ്പെട്ട ആമേൻ ക്ഷീണിച്ച് തളർന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ ആമേൻ, സ്തോത്രം, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ഉച്ചത്തിൽ നമുക്ക് കർത്താവിൻ്റെ സ്തുതിയെ ആമേൻ കേൾപ്പിക്കാം. കാരണം 9 വചനം, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസം വരെയും കർത്താവ് നമ്മെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ കാത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എത്രയോ ആപത്തുകൾ, എത്രയോ അനർത്ഥങ്ങൾ, എത്രയോ രോഗങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു പോകുമ്പോഴും കർത്താവ് പ്രാണനദോഷം കൂടാതെ വണ്ണം, ആമേൻ, സ്തോത്രം, യാതൊരു കേടും പറ്റാതെ വണ്ണം, ഒരു ദോഷവും തട്ടാതെ വണ്ണം കർത്താവ് നമ്മെ പരിപാലിച്ചു, കർത്താവ് നമ്മെ സൂക്ഷിച്ചു, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. അതോർത്ത് നാം നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കണം. മാത്രമല്ല, നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നതുമില്ല. എത്രയോ പ്രാവശ്യം കാലടികൾ വഴുതിപ്പോയി, ഏറെക്കുറെ വഴുതിപ്പോയി. ആമേൻ, സ്തോത്രം. ഇനി നിലനിൽക്കുവാൻ കഴിയത്തില്ല, ഇനി ഉറച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ നാം ചഞ്ചലത്തോടെ ആയിരുന്നപ്പോഴും കർത്താവ് നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് നാം എന്നും കൃപയാൽ നിലനിൽക്കുന്നത്. അതോർത്ത് ആ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നത് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു? അവൻ, അതിൻ്റെ അർത്ഥം മരണകരമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നു. 10, 11, 12 വചനങ്ങളിൽ നാം വായിക്കുന്നു, ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. അതായത് ഒരു വെള്ളി, ആമേൻ, സ്തോത്രം, തീയിൽ എങ്ങനെയാണോ ഊതിക്കഴിക്കുന്നത് അതുപോലെയുള്ള ശോധനകൾ ആമേൻ യോബിൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ, ആമേൻ, സ്തോത്രം, സ്തോത്രം, സമാനമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നു. മാത്രമല്ല, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുഖത്തികൊത്ത് വലിയൊരു ഭാരം വെച്ചിരിക്കുന്നു. സ്തോത്രം, ആമേൻ. ചില വലകളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം, ചില പ്രതിസന്ധികളിൽ നിന്ന് അവൻ ഇനി പുറത്തു വരുവാൻ കഴിയുമോ, ഇതിലകപ്പെട്ടു പോയി ഇതിൽ തന്നെ കുടുങ്ങി നശിച്ചു പോകുമോ എന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ, ആമേൻ, വലിയ ഭാരം ചുമക്കുന്ന അനുഭവങ്ങൾ, ആമേൻ, സ്തോത്രം, 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 ജീവിതഭാരം, കടഭാരം, രോഗമെന്ന ഭാരം, ഇതൊക്കെയും ചുമന്നു
ഓർത്തുകൊണ്ട് എങ്ങനെ ഞാൻ ഈ വർഷത്തിൻ്റെ അവസാനം എത്തും, ഓരോ ദിവസവും എങ്ങനെ കടന്നു പോകുമെന്ന് നാം ചിന്തിച്ച നാളുകളില്ലേ. അവൻ 12-ാം വചനം, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അതേ, മനുഷ്യരുടെ നിന്ദകൾ, പരിഹാസങ്ങൾ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, വെല്ലുവിളികൾ, ഇതിൻ്റെയൊക്കെ നടുവിലും പ്രൈസ് ദി ലോർഡ് കർത്താവ് നമ്മെ നിലനിർത്തിയില്ലേ പ്രിയമുള്ളവരെ. മാത്രമല്ല, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു. വെള്ളി ഊതി കഴിക്കും പോലെയുള്ള ശോധനകൾ, ആമേൻ, സ്തോത്രം, മനുഷ്യരാൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ, ആമേൻ, വലിയ ഭാരങ്ങൾ, ആമേൻ, ചില പ്രതിസന്ധികൾ, അകപ്പെട്ടു പോയ മേഖലകൾ, മാത്രമല്ല ആമേൻ, തീയിലും വെള്ളത്തിലും കൂടെ കിടക്കേണ്ടി വന്നു. അഗ്നി പരിശോധനകൾ, വീഴ്വെള്ളങ്ങൾ നമ്മുടെ പ്രാണന് നേരെ ആമേൻ കടന്നു വന്നപ്പോഴും അത് നമ്മുടെ പ്രാണനെ മുക്കിക്കളയാതെ വണ്ണം വീഴ്വെള്ളത്തിൽ നിന്ന് നമ്മെ വലിച്ചെടുത്ത ഒരു കർത്താവ്, ആമേൻ, തീ നമ്മെ ദഹിപ്പിക്കാതെ വണ്ണം അവിടെ ഇറങ്ങി വന്ന്, ആമേൻ, നാലാമനായി ഇറങ്ങി വന്ന് നമ്മെ വിടുവിച്ച ആ നല്ല യേശു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എങ്കിലും ഇത്രയും പ്രതിസന്ധികളൊക്കെ നാം കടന്നു വന്നു. ആമേൻ, കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും സ്നേഹവും, ആമേൻ, പരിപാലനവും, ആമേൻ, നടത്തിപ്പും നമ്മോട് കൂടി ഉണ്ടായിരുന്നു. ഇതുവരെയും കർത്താവ് നമ്മെ കൊണ്ടുവന്നു. ഇത്ര സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, സ്വസ്ഥതയോടെ കർത്താവ് നമ്മെ നിലനിർത്തിയിരിക്കുന്നില്ലേ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, സ്തോത്രം. 16-ാം വചനത്തിൽ വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു, സകല ഭക്തന്മാരുമായുള്ളൊരു വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അവൻ ഒരുമിച്ചുള്ള സാക്ഷ്യങ്ങൾ, കുടുംബമായി ഒരുമിച്ചുള്ള സാക്ഷ്യങ്ങളെക്കാളും ഉപരി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പേഴ്സണലി നമുക്കൊരു ടെസ്റ്റ് മണികളുണ്ട്. അവൻ വ്യക്തിപരമായി കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ വലിയതാണ്. സ്തോത്രം. നമ്മുടെ പ്രാണന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, വ്യക്തിപരമായി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്ത നന്മകളെ ആമേൻ നാം വിവരിക്കണം, ആമേൻ നാം വർണ്ണിക്കണം. ഈ നാളുകളിൽ എണ്ണി എണ്ണി നാം കർത്താവിനെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം പലപ്പോഴും വായിക്കൊണ്ട് ദിവസത്തിൽ നിലവിളിച്ചപ്പോൾ കർത്താവ് നമ്മെ വിടുവിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവിന്മേൽ യഹോവയുടെ പുകഴ്ച ഉണ്ടായിരിക്കണം. എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടെങ്കിൽ വീണ്ടും കർത്താവ് നമ്മിൽ പ്രസാദിക്കും. പ്രൈസ് ദി ലോർഡ്. 20-ാം വചനത്തിൽ വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇതുവരെയും കർത്താവിൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, എൻ്റെ പ്രാർത്ഥന കർത്താവ് ഉപേക്ഷയായി വിചാരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ചിലപ്പോൾ ചില പ്രാർത്ഥന ആവശ്യങ്ങളുടെ മറുപടി ലഭിച്ചില്ലെന്ന് വരാം, അതെല്ലാം ദൈവഹിതമാണ്. ചിലപ്പോൾ നാം കാത്തിരിക്കേണ്ടി വന്നെന്ന് വരാം, അതും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഉടനെ നമുക്ക് പ്രാർത്ഥന ആവശ്യങ്ങളുടെ മറുപടി ലഭിച്ചിരിക്കാം. എന്തായാലും നമ്മുടെ പ്രാർത്ഥന കർത്താവ് തള്ളിക്കളഞ്ഞില്ല. ആമേൻ, സ്തോത്രം. തൻ്റെ ദയ, ദൈവത്തിൻ്റെ ദയ കർത്താവ് നമ്മിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. നമ്മോടുള്ള യഹോവയുടെ ദയ വലിയതാകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. ആമേൻ. അഗ്നിശോധനകൾ, ആമേൻ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ പലവിധമായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കടന്നു വന്നു. എന്നാൽ ഇതുവരെയും കർത്താവ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ടു മാറിയില്ല. പർവ്വതങ്ങൾ മാറിപ്പോയി, കുന്നുകൾ നീങ്ങിപ്പോയി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മോട് കൂടിയിരിക്കുമെന്ന് നാം വിചാരിച്ച ആമേൻ, സ്തോത്രം, സാഹചര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് നീങ്ങിപ്പോയപ്പോഴും കർത്താവിൻ്റെ ദയ നമ്മിൽ നിന്ന് നീങ്ങിപ്പോയില്ല, നമ്മെ വിട്ടു മാറിയില്ല. അതുകൊണ്ട് ഇന്നും കർത്താവ് നമ്മെ നിലനിർത്തിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഒരു അനുഗ്രഹിക്കുവാനാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ കൊണ്ടുവന്നു, ഞങ്ങളെ നിലനിർത്തി, അങ്ങയുടെ ദയയാൽ ഞങ്ങളെ താങ്ങി നടത്തിയല്ലോ അപ്പാ. അങ്ങയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാണന് വേണ്ടി
അങ്ങ് ചെയ്തത്, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അങ്ങ് ചെയ്തത്, ഞങ്ങളെ ജീവനോടെ കാത്തത്, നിലനിർത്തിയത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ആമേൻ സാക്ഷ്യം പറയുകയും കർത്താവിൻ്റെ സ്തുതിയെ വർണ്ണിക്കുവാൻ ദൈവമേ ഞങ്ങളതിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. ഇനിയും കർത്താവിൻ്റെ കരം അങ്ങയുടെ ദയ ഞങ്ങളോട് കൂടിയിരുന്ന് ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകൾക്കിടം സർവസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.